നമസ്കാരം സാർ. നമസ്തേ. നമുക്ക് ഇന്ത്യയുടെ കാര്യത്തിൽ അഭിമാനിക്കാവുന്ന പല നേട്ടങ്ങളും പ്രത്യേകിച്ചും സൈനിക സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും അവസാനമായി നമ്മളെ ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് നമ്മൾ സ്വയം വികസിപ്പിച്ചെടുക്കുന്ന മിസൈൽ സംവിധാനത്തിൻ്റെ മെച്ചം കൊണ്ടല്ലേ, അതിനെക്കുറിച്ചുള്ള പ്രതീക്ഷ കൊണ്ടാണ്. ഏറ്റവും അവസാനം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് അസ്ത്ര എന്ന് പറഞ്ഞ മിസൈലാണ്. അതിൻ്റെ പേരിൽ തന്നെ ഒരു മാനസികമായ സൈക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു വാക്കുകൂടിയാണ് അസ്ത്ര. പഴയ കാലം തൊട്ട് ഇന്ത്യക്കാരൻ്റെ അഭിമാനത്തെ ഉണർത്തുന്ന ഒരു സാധനം. ഇന്ന് ആ ഡെവലപ്മെൻറ്റ് ഇന്ത്യക്ക് സൈനിക തലത്തിൽ അന്തർദേശീയ രംഗത്ത് എന്തെങ്കിലും മേൽക്കോയ്മ നൽകുമോ? ഇന്ത്യയുടെ അസ്ത്ര മിസൈൽ കുടുംബം എന്ന് ഞാൻ പറയുന്നത്, അത് ഒരു അസ്ത്ര MK1 എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. അസ്ത്ര MK2 ഇപ്പോൾ പരീക്ഷണങ്ങളൊക്കെ പൂർത്തിയാക്കി നമ്മുടെ വ്യോമസേനയുടെ ഭാഗമാകാൻ പോവുകയാണ്. അസ്ത്ര MK3 അത് പണിപ്പുരയിലാണ്. അതിന്റെ ആദ്യഘട്ട പരീക്ഷണങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിരിക്കുന്നു, വിജയകരമായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ അസ്ത്ര MK4 എന്നൊരു മിസൈൽ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു തുടക്ക സ്റ്റേജിലാണ്. ഈ അസ്ത്ര കുടുംബത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ മിസൈലാണ് അസ്ത്ര MK4. ഈ വരുന്ന കാലഘട്ടത്തിൽ യുദ്ധങ്ങളുടെ വ്യോമയുദ്ധത്തിന്റെ സങ്കല്പം തന്നെ മാറുകയാണ്. കാരണം ഇപ്പോ ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും നമ്മുടെ യുദ്ധവിമാനങ്ങൾക്ക് പാകിസ്ഥാൻ അതിർത്തി ക്രോസ് ചെയ്യേണ്ട വരില്ല. പലപ്പോഴും ഇന്ത്യയുടെ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സ്റ്റാൻഡ് ഓഫ് വെപ്പൺ എന്ന് പറയുന്ന, അതായത് ഒരു 200 കിലോമീറ്റർ 300 കിലോമീറ്റർ ഒക്കെ ദൂരെയുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് പ്രയോഗിക്കുന്ന തരം മിസൈലുകൾ വഹിക്കുന്ന വിമാനങ്ങളാണ് ഇന്നുള്ളത്. ഇതിന്റെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ മിസൈലുകളുടെ പരിധിക്ക് പുറത്താവും ഒന്ന്. ഇനി അഥവാ ഈ ഒരു വിമാനത്തെ ഒരു ശത്രുവിന്റെ മിസൈല് തകർത്താലും ഈ പൈലറ്റ് ഇജക്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ടെറിട്ടറി തന്നെ ആയിരിക്കും. സേഫ് ആയിരിക്കും. അപ്പോ വരും കാല യുദ്ധങ്ങൾ ഇതിലും വ്യത്യസ്തമാകാൻ പോവുകയാണ്. അതെന്താണ് എന്ന് ചോദിച്ചാൽ, ഈ എയർ ടു എയർ മിസൈൽ എന്ന് പറയുന്ന ഈ മിസൈലുകൾ, അതിന് വേറൊരു പേര് കൂടിയുണ്ട്, ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ എന്ന്. അതായത് നമ്മുടെ മനുഷ്യദൃഷ്ടിക്ക് അപ്പുറത്തുള്ളതാണ് ബിയോണ്ട് വിഷ്വൽ റേഞ്ച്. വിസിബിലിറ്റി, നമുക്ക് കാണാൻ പറ്റാത്ത ദൂരത്തിലേക്കാണ് ഇത് പ്രയോഗിക്കുന്നത്. പണ്ടൊക്കെ വ്യോമയുദ്ധം എന്നത് രണ്ടാം ലോക മഹായുദ്ധത്തെ അതിന് പറയുന്ന ഡോഗ് ഫൈറ്റ് എന്നായിരുന്നു. അതായത് ഒരു വിമാനം വേറൊരു വിമാനവുമായിട്ട് ഒരു പട്ടി കടിപിടി കൂടുന്ന പോലെ അത് ആകാശത്ത് കിടന്ന് കീഴ്മേൽ മറിയുന്നു, മുകളിലോട്ട് കുതിക്കുന്നു, പീരങ്കികൾ കൊണ്ട് പരസ്പരം വെടിവെക്കുന്നു. വിമാനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന തോക്കുകൾ കൊണ്ടാണ് വെടിവെച്ചത്. പിന്നീട് അത് തോക്ക് മിസൈലുകൾക്ക് വഴിമാറി. അപ്പം ആ മിസൈലുകളും ഒക്കെ തന്നെ ഒരു 30-40 കിലോമീറ്റർ മാത്രം അകലെ വരെ പോകുന്ന മിസൈലുകളാണ്. ഈ രംഗത്ത് യഥാർത്ഥത്തിൽ ഇന്ത്യ ആദ്യഘട്ടത്തിലൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഈ ബാലാക്കോട്ട് ആക്രമണ സമയത്താണ് ഇന്ത്യയുടെ പരിമിതി മനസ്സിലാകുന്നത്. കാരണം പാകിസ്ഥാന്റെ കൈവശം അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള ആംറാം എന്ന മിസൈൽ ഉണ്ടായിരുന്നു. ഈ ആംറാം മിസൈലിന്റെ പരിധി ഏതാണ്ട് 80 കിലോമീറ്റർ ആണ്. പക്ഷേ ഇന്ത്യയുടെ കൈവശം റഷ്യൻ നിർമ്മിതമായ R-77 ഓൾഡ് ബ്ലോക്ക് എന്ന R-77ന്റെ ആദ്യകാല രൂപമാണ് ഉണ്ടായിരുന്നത്. ഈ R-77 ഒക്കെ ഒരു 50-60 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് പ്രയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ആംറാമിന് 80 കിലോമീറ്റർ റേഞ്ച് ഉണ്ടായിരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ MiG-21 ഒരു വിമാനം പാകിസ്ഥാൻ തകർക്കുകയും നമ്മുടെ പൈലറ്റ് പാകിസ്ഥാനിൽ ഇജക്ട് ചെയ്യുകയും അവരുടെ കസ്റ്റഡിയിലാവുകയൊക്കെ ചെയ്തു. ശരിക്കും അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു കണ്ണു തുറപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. അതിനുശേഷം ഈ അസ്ത്ര മിസൈൽ എന്ന തദ്ദേശീയ മിസൈലിന്റെ വികസനത്തിനായിട്ട് ഇന്ത്യ വലിയ ശ്രദ്ധ കൊടുത്തു. അതിന്റെ ഫലമായിട്ട് അസ്ത്ര MK1 എന്ന ഒരു മിസൈൽ ആദ്യം നിർമ്മിച്ചു. അതിന് 110 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. അത് ഇപ്പൊ തന്നെ നമ്മുടെ വിമാനങ്ങളിലെല്ലാം ഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ SU-30 ഓപ്പറേഷനില്ല, SU-30 MKI, അതല്ലെങ്കിൽ നമ്മുടെ മിറാഷ്, അതുപോലെ നമ്മുടെ MiG-29, ഇതിലെല്ലാം തന്നെ ഈ അസ്ത്ര MK1 ആണ്.
ഇപ്പോൾ ഈ അസ്ത്ര MK1 ആദ്യ റേഞ്ച് 110 കിലോമീറ്റർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ഇതിന്റെ റേഞ്ച് 160 കിലോമീറ്റർ ആയിട്ട് വർദ്ധിപ്പിച്ചു. അസ്ത്ര MK2 പിന്നെ ഈ നിർമ്മാതാവിന്റെ പരീക്ഷണങ്ങൾ ഏതാണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതിന്റെ റേഞ്ച് 240 തൊട്ട് 260, ഏതാണ്ട് 240 കിലോമീറ്റർ എന്ന് കൂട്ടാം. അത് ഇതെല്ലാം